ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് വാട്സപ്പിൽ വന്ന ഏറ്റവും പുതിയ 2 അപ്ഡേറ്റുകളാണ്. അതെന്തൊക്കെയാണെന്ന് നോക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ ഇപ്പം തന്നെ വീഡിയോക്ക് തൊട്ടതായുള്ള ആ ചുവന്ന ലെറ്റർ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ സിമ്പിൾ കൂടി ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പ് വരുത്തുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാനലിൽ നിന്ന് അപ്ഡേറ്റ് ആകുന്ന വീഡിയോകൾ ഉടൻ തന്നെ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം അങ്ങനെ എന്തൊക്കെയാണ് വാട്സപ്പിലെ പുതിയ അപ്ഡേറ്റുകളെന്ന്. നമ്മൾ വാട്സപ്പിൽ ഒരു കോണ്ടാക്റ്റിലേക്ക് സ്മൈലികൾ ഇമോജികളൊക്കെ സെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോന്നിനനുസരിച്ചുള്ള ഇമോജികൾ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി എടുക്കുകയാണ് ചെയ്യല്. എന്നാൽ നമ്മളിങ്ങനെ എടുക്കുന്നതിന് പകരം ഇപ്പോൾ ഇത് താഴെ ഒരു ലെൻസിൻ്റെ ചിഹ്നം കാണാം, ഒരു സെർച്ച് ചിഹ്നം. അവിടെ സെർച്ച് ചെയ്തിട്ട് ഇപ്പോൾ സാഡായിട്ടുള്ളതാണ് വേണ്ടതുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഇമോജികൾ നമുക്ക് ഇവിടെ കിട്ടും. അത് നമുക്ക് അവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഫ്ലവേഴ്സ് എന്ന് സെലക്ട് കഴിഞ്ഞാൽ ഫ്ലവർ എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലവറുകളൊക്കെ ഇമോജിൻ്റെ ആ ലിസ്റ്റിലുള്ള ഫ്ലവറൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. ഇതുപോലെ ഏതാണോ നമുക്ക് വേണ്ടത് അത് ഇങ്ങനെ സെർച്ച് ചെയ്ത് എടുക്കാൻ കഴിയും. നമുക്ക് സമയം ലാഭം നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ രണ്ടാമത്തെ ഒരു മാറ്റമാണ്, നമ്മളിപ്പോൾ ഗ്രൂപ്പുകളിൽ ഒരുപാട് അഡ്മിന്മാരുണ്ടാവും. അഡ്മിന്മാർ സാധാരണ അതിൻ്റെ അക്ഷരക്രമത്തിൽ ആൽഫബറ്റിക് ക്രമത്തിൽ പല ഭാഗത്തായിട്ടാണ് ഉണ്ടാവുക. എന്നാൽ പുതിയ അപ്ഡേറ്റിൽ അഡ്മിന്മാർ ഏറ്റവും മുകളിലായിട്ട് വരും. കാണിച്ചു തരാം. ഇപ്പം ഗ്രൂപ്പ് ഇൻഫോ എടുത്തു കഴിഞ്ഞാൽ മേലെ തന്നെ നമുക്ക് അഡ്മിന്മാരുടെ പേര് കാണാം. അത് അക്ഷരക്രമത്തിലൊന്നല്ല വരുന്നത്. ഇതാണ് ഏറ്റവും പുതിയ വാട്സപ്പിൻ്റെ 2 അപ്ഡേറ്റാണിത്. പലർക്കും അറിയാം, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് പരിചയപ്പെടുത്തിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. മറക്കാതെ വീഡിയോക്ക് താഴെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഞാൻ മുത്തുസ്മ പീർ. താങ്ക് യു സോ മച്ച്.